ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈ എഗ് നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ എടുത്ത് ചൂടാക്കി ആവശ്യത്തിന് എണ്ണയൊഴിച്ച് സവോളയും തക്കാളിയും പച്ചമുളകും കുറച്ച് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയുടെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയും തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളിട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം നമുക്കിതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മസാല കുറച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മുട്ട നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇളക്കിയതിന് ശേഷം മാത്രമേ ഈ മിക്സിലോട്ട് യോജിപ്പിക്കാവൂ. പൊട്ടിച്ചേക്കുന്ന മുട്ട നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടിത് ഇളക്കുക. നമ്മുടെ എഗ്ഗി മിക്സ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഈ മിക്സ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മാഗി തിളപ്പിച്ചെടുക്കാം. മാഗി തിളപ്പിക്കാൻ വേണ്ടി ഒരു പാനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലോട്ട് മാഗി മസാല ചേർക്കണം. ഇത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പം മാഗിയും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിടും. ഉണ്ടാക്കി വെച്ചേക്കുന്ന മാഗി നമുക്ക് ഈ മിക്സിലോട്ട് ചേർക്കാം. ഈ മിക്സ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും കുഴഞ്ഞ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസാക്കാം. ഞാൻ കുറച്ച് കുഴച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ എഗ് നൂഡിൽസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ലാസ്റ്റ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുവാണ്. ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ, കാരണം മസാലയ്ക്കെല്ലാം അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. മാഗിയുടെ മസാലയ്ക്ക് നല്ല ഉപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കാം. നമുക്കിതിനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.